ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന സിനിമയുടെ പേര് കൊതപ്പലിലോ ഒഗപ്പുടു എന്നാണ്. കൃഷ്ണൻ എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ കാട്ടിലിരുന്ന് മദ്യപിക്കുകയും വിചിത്രമായ കാര്യങ്ങൾ പുലമ്പുകയും ചെയ്യുന്നിടത്ത് നിന്നാണ് കഥ തുടങ്ങുന്നത്. നീ ദൈവമൊന്നുമല്ല, നിന്നെ ഞാനാണ് സൃഷ്ടിച്ചത് എന്നൊക്കെ. എന്നെ സഹായിക്കുന്നതിന് പകരം നീ ഗ്രാമത്തെ മുഴുവൻ സഹായിക്കുകയാണ്. എന്റെ സാവിത്രിയെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ നീ ശ്രമിക്കുന്നു. എനിക്ക് നീ ദൈവമല്ല, ചെകുത്താനാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ ഒരു കത്തുന്ന പന്തവുമായി ഒരു പുണ്യവൃക്ഷത്തിന് തീയിടാൻ തയ്യാറാവുന്നു. ഇവിടെ നിന്നും കഥ പാസ്റ്റിലേക്ക് പോകുന്നു. അപ്പോഴാണ് എന്താണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ കഥയുടെ തുടക്കത്തിൽ കാണിച്ച അതേ പുണ്യവൃക്ഷത്തിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അവിടെ പൂജകളൊന്നും നടക്കുന്നില്ല. പകരം അനൂപ് എന്നൊരു ബിസിനസ്സുകാരൻ 2 തൊഴിലാളികളെ വെച്ച് ആ സ്ഥലം കുഴിപ്പിക്കുകയാണ്. അയാൾ തൊഴിലാളികളോട് കല്ല് കാണുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ലെന്ന് അവർ മറുപടി പറയുന്നുണ്ട്. അപ്പോൾ അനൂപ് കൂടുതൽ ആഴത്തിൽ കുഴിക്കാൻ പറയുന്നു. ശേഷം അനൂപ് തന്റെ പ്രത്യേകതയുള്ള നീല ബൈക്കിൽ കയറി നേരെ ഒരു മുസ്ലിം ദാദയുടെ കടയിലേക്ക് പോകുന്നു. അതിനടുത്തായി നാഗമണി ടിഫിൻ സെന്റർ ഉണ്ട്. അത് നാഗമണിയും ഭർത്താവ് രാംറാവുവും ചേർന്നാണ് നടത്തുന്നത്. അവരുടെ കടയിൽ ഭക്ഷണം കഴിക്കാൻ വന്ന 2-3 പേരുണ്ട്. അവർ അനൂപ് ആ ദാദയുടെ കടയിലേക്ക് പോകുന്നത് കാണുന്നുണ്ട്. അവിടെ എത്തി അയാൾ സിഗരറ്റ് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം എന്റെ പണം എപ്പോഴാണ് തിരികെ തരുന്നത് എന്ന് ചോദിക്കുന്നു. അതിന് ആ ദാദ പറയുന്നു, മോനെ, ഞാൻ നിന്നിൽ നിന്ന് 20,000 രൂപയാണ് കടം വാങ്ങിയത്. ഇതുവരെ 40,000-ത്തിലധികം ഞാൻ അടച്ചു കഴിഞ്ഞു. പക്ഷേ നിന്റെ പലിശയുടെ മുകളിലുള്ള പലിശയുടെ കണക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെ നിന്റെ കടം വിട്ടുവെന്ന് എനിക്ക് അറിയേയില്ല. അപ്പോൾ അനൂപ് പറയുന്നുണ്ട്, പുഴയുടെ തീരത്ത് നിന്റെ പേരിൽ 1/2 ഏക്കർ സ്ഥലമില്ലേ, അതെന്റെ പേരിലേക്ക് മാറ്റ്, ഞാൻ കടം ഒഴിവാക്കി തരാം. ദാദ പറയുന്നുണ്ട്. പക്ഷെ മോനെ, അത് ഞാൻ എന്റെ പേരക്കുട്ടിയുടെ കല്യാണത്തിനായി മാറ്റി വെച്ചിരിക്കുകയാണ്. അത് വിറ്റ് വേണം അവളെ കെട്ടിക്കാൻ. എന്നാൽ അവിടെ അനൂപ് വൃത്തികെട്ട രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. നിന്റെ പേരക്കുട്ടി ഇവിടെയും പണിയെടുക്കുന്നുണ്ടല്ലോ, ഭർത്താവിന്റെ വീട്ടിൽ പോയാലും അവൾ പണിയെടുക്കും. പകൽ അവൾ ജോലി ചെയ്യും, രാത്രിയിൽ വിയർക്കുകയും ചെയ്യും. അതിലും നല്ലത് അവളെ ഇവിടെ നിർത്തുന്നതാണ്. വിയർക്കാൻ ഞാൻ സഹായിക്കാം. ദാദയുടെ പ്രായപൂർത്തിയാകാത്ത പേരക്കുട്ടി അവിടെയുണ്ട്. അനൂപ് അവളോട് ആരെങ്കിലും നിന്നെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ മോശമായി ചോദിക്കുന്നു. ആ പാവം കുട്ടിക്ക് ഒന്നും അറിയില്ലായിരുന്നു. അവളില്ലെന്ന് പറയുന്നു. അപ്പോൾ അനൂപ് ചോദിക്കുന്നുണ്ട്, തൃപ്തി എന്ന വാക്കിന്റെ അർത്ഥം നിനക്ക് എങ്ങനെ അറിയാം? ആളുകളുടെ മുന്നിൽ ഇത്തരം മോശം കാര്യങ്ങൾ സംസാരിക്കുന്നത് അനൂപിന് ഒരു രസമായിരുന്നു. എന്നാൽ അപ്പോഴാണ് കൃഷ്ണൻ അങ്ങോട്ട് വരുന്നത്. അവൻ പറയുന്നുണ്ട്, നീ എന്താ തിന്നുന്നത്? ഭക്ഷണമാണോ അതോ ചാണകമാണോ? നീ ഒരു 1-ാം തരം തെമ്മാടിയാണ്. പലിശയ്ക്ക് പണം കൊടുത്ത് പാവങ്ങളുടെ രക്തം ഊറ്റി കുടിക്കുന്നു. നിനക്കെന്താ ഏതെങ്കിലും അമ്പലത്തിൽ പോയി ഭിക്ഷ യാചിച്ചൂടെ? ദിവസം മുഴുവൻ അവിടെ പണം കിട്ടുമല്ലോ. അപ്പൊ അനൂപും പറയുന്നുണ്ട്, സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം. പക്ഷെ കൃഷ്ണൻ പറയുന്നു, അനൂപേ, ഇത് ഞാൻ പറയുന്നതല്ല. നിനക്ക് വേണ്ടി ഞാൻ ആളുകളിൽ നിന്ന് പണം പിരിക്കാൻ പോകുമ്പോൾ അവർ പറയുന്നതാണ്. നിന്റെ മുന്നിൽ എല്ലാവരും നനഞ്ഞ പൂച്ചയെ പോലെയാണ്, പക്ഷെ എന്റെ മുന്നിൽ അവർ സിംഹങ്ങളെ പോലെയാണ്. കൃഷ്ണൻ കുറച്ചു പേരിൽ നിന്ന് പിരിച്ചെടുത്ത പണം അനൂപിന് നൽകുന്നു. അവൻ കണക്ക് പറയുന്നത് കേട്ട് ആ ദാദ കഴിഞ്ഞ ദിവസം കൃഷ്ണന്റെ കയ്യിൽ പണം കൊടുത്തു എന്ന് അനൂപിന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു. ഇതിൽ അനൂപ് ദാദയോട് ചോദിക്കുന്നുണ്ട്, നീ ഇന്നലെ കൃഷ്ണന് പണം കൊടുത്തെങ്കിൽ പിന്നെന്താ എന്നോട് പറയാതിരുന്നത്? അപ്പോൾ കൃഷ്ണൻ പറയുന്നു, ദാദയ്ക്ക് പ്രായമായില്ലേ, അതുകൊണ്ട് മറന്നുപോയതാവും. ഇങ്ങനെ കൃഷ്ണൻ ദാദയെ അനൂപിന്റെ പീഡനത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ശേഷം അനൂപ് കൃഷ്ണനെ തന്റെ ബൈക്കിൽ പുറകിലിരുത്തി കൊണ്ടുപോകുന്നു. എഡ്ഡി റൈസ് മില്ലിന്റെ അടുത്തെത്തിയതും കൃഷ്ണൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. അവൻ പറയുന്നു, അനൂപേട്ട, നിങ്ങൾ സൂപ്പറാണ്, നിങ്ങൾ വളരെ നല്ലവനാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി നിങ്ങൾ എന്നെ അയാളുടെ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്നു. ഇതിനുശേഷം കൃഷ്ണൻ സാവിത്രിയെയും കാത്ത് ആ വീടിന്റെ പരിസരത്ത് നിൽക്കും. അനൂപ് മിസ്റ്റർ റെഡ്ഡിയുമായി ഒരു ഇടപാടിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നു. യഥാർത്ഥത്തിൽ ആ കുഴിക്കുന്ന പണി നിർത്താൻ അനൂപിന് ഒരു കോടതി ഉത്തരവ് അയച്ചത് റെഡ്ഡി തന്നെയായിരുന്നു. കാരണം അനൂപ് വെള്ളത്തിന്റെ ഉറവിടം കാണാനായിരുന്നു കുഴിച്ചിരുന്നത്. എന്നാൽ അവന്റെ യഥാർത്ഥ ഉദ്ദേശം ആ ഭൂമിക്കടിയിലുള്ള വിലപിടിപ്പുള്ള കല്ല് കണ്ടെത്തുക എന്നതായിരുന്നു. രസകരമായ കാര്യം എന്തെന്നാൽ ആ ഭൂമി അനൂപിന്റെയോ റെഡ്ഡിയുടേതോ ആയിരുന്നില്ല. പക്ഷേ റെഡ്ഡി ആ ഭൂമിയുടെ ഉടമയെ പ്രേരിപ്പിച്ച് അനൂപിനെതിരെ ഒരു കോടതി നോട്ടീസ് അയക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അനൂപ് നേരിട്ട് റെഡ്ഡിയോട് സംസാരിക്കാൻ വന്നത്. ആ ഭൂമിക്കിടയിൽ വിലപിടിപ്പുള്ള ഒരു കല്ലുണ്ടെന്നും അത് കുഴിച്ചെടുക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കുകയോ അനുവാദം വാങ്ങി തരികയോ ചെയ്താൽ കിട്ടുന്ന ലാഭത്തിൽ നിന്ന് നിങ്ങൾക്കും ഒരു വിഹിതം തരാമെന്നും അനൂപ് പറയുന്നു. ഇത് കേട്ട് പ്രകോപിതനായ റെഡ്ഡി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നു. എന്റെ പൂർവികർ ചെയ്ത തെറ്റിന്റെ ഫലമായിട്ടാണ് നീ ഇന്ന് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. നിനക്ക് ഇത്ര ധൈര്യമോ? നിന്റെ അച്ഛൻ പണി തേടിയാണ് ഈ ഗ്രാമത്തിൽ വന്നത്. എന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വേലക്കാരനായി നിന്നു. എന്നിട്ട് ആളുകളെ പറ്റിച്ച് പണമുണ്ടാക്കി നീ എന്തൊരു ആഡംബര ജീവിതമാണ് നയിക്കുന്നത്. പക്ഷെ എന്റെ മുന്നിൽ ഹീറോ ആകാൻ ശ്രമിക്കരുത്. അനൂപ് പറയുന്നു, നിങ്ങളുടെ പൂർവികർ ഈ ഗ്രാമത്തിലെ ജന്മിമാരായിരുന്നു എന്ന് ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് 50 ഏക്കർ ഭൂമിയും ഈ റൈസ് മില്ലും മാത്രമേ ബാക്കിയുള്ളൂ. ഞങ്ങളുടെ മോശം കാലത്തിൽ നിന്ന് നല്ല കാലത്തിലേക്കുള്ള യാത്ര നിങ്ങൾ കണ്ടിട്ടുണ്ട്. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ നല്ല കാലത്തിൽ നിന്ന് മോശം കാലത്തിലേക്കുള്ള യാത്ര കാണാൻ ഞങ്ങൾക്കും അവസരം കിട്ടും. നിങ്ങളും തീർച്ചയായും ഞങ്ങളുടെ വീട്ടിൽ വേലക്കാരനായി ജോലി ചെയ്യും. ഇത് കേട്ട് റെഡ്ഡി ദേഷ്യം കൊണ്ട് ചോദിച്ചു. അപ്പോൾ അനൂപ് പറയുന്നുണ്ട്, നിങ്ങളുടെ BP കൂടി. നിങ്ങളുടെ ദേഷ്യം മാറുമ്പോൾ ഞാൻ വീണ്ടും വരാം. റെഡ്ഡിയുടെ ദേഷ്യം കണ്ട അനൂപ് ആസ്വദിക്കുകയായിരുന്നു. മറുവശത്ത് കൃഷ്ണൻ വന്ന കാര്യം നടന്നു. അവൻ സാവിത്രിയെ കാണുന്നുണ്ട്. അവളെ നോക്കി ഹായും പറയുന്നുണ്ട്. സാവിത്രി പുഞ്ചിരിക്കുക മാത്രം ചെയ്യുന്നു. അതിനുശേഷം അവൾ തന്റെ വേലക്കാരിയായ ലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഇന്നും കൃഷ്ണനോട് ഹായ് പറഞ്ഞു. ലക്ഷ്മിയും സാവിത്രിയും ഒരേ പ്രായക്കാരാണ്. ലക്ഷ്മി സാവിത്രിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവർക്കിടയിലുള്ള ബന്ധം സൗഹൃദം പോലെയായിരുന്നു.
കൃഷ്ണന് സാവിത്രിയെ ഇഷ്ടമാണെന്ന് ലക്ഷ്മിക്ക് ചെറുപ്പം മുതലേ അറിയാമായിരുന്നു. പക്ഷെ അവൻ ഒരിക്കലും തന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവന്റെ കാര്യം ഒരു ഹായിൽ ഒതുങ്ങി. കാരണം കൃഷ്ണന് റെഡ്ഡിയെ പേടിയായിരുന്നു. റെഡ്ഡിയുടെ കണ്ണിൽ അവൻ ഗ്രാമത്തിലെ താഴ്ന്നവനായിരുന്നു. റെഡ്ഡി ഒരിക്കലും കൃഷ്ണനെ തന്റെ മരുമകനാക്കില്ല. അതേസമയം കൃഷ്ണൻ ഒരു ഡാൻസ് ട്രൂപ്പ് തുടങ്ങിയിരുന്നു. ഗ്രാമങ്ങൾ തോറും നൃത്ത പരിപാടികൾ അവതരിപ്പിച്ച് പണം സമ്പാദിക്കാനായിരുന്നു അവന്റെ ആഗ്രഹം. എന്നാൽ പുരുഷ നർത്തകരെ കിട്ടുമെങ്കിലും സ്ത്രീ നർത്തകരെ കിട്ടാനില്ലായിരുന്നു. അതുകൊണ്ട് കൃഷ്ണന്റെ ഗ്രൂപ്പിലെ ആൺകുട്ടികൾ തന്നെ പെൺവേഷം കെട്ടി ആടുന്നു. പക്ഷേ കൃഷ്ണൻ ഇതിൽ സന്തോഷവാനായിരുന്നില്ല. അവന് സുന്ദരിയായ ഒരു പെൺകുട്ടി നൃത്തം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പ്രശ്നം എന്തെന്നാൽ സാവിത്രി അല്ലാതെ അവരുടെ ഗ്രാമത്തിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി പോലും ഉണ്ടായിരുന്നില്ല. സാവിത്രി ആണെങ്കിൽ ഒന്നാമത് ജന്മിയുടെ പേരക്കുട്ടിയാണ്, രണ്ടാമത് കൃഷ്ണന്റെ പ്രണയവും. അതുകൊണ്ട് അവളെ എങ്ങനെ നൃത്തം ചെയ്യിക്കും എന്നത് വലിയ പ്രശ്നമായി. പക്ഷെ വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ട് ഒരു ദിവസം ലക്ഷ്മി വെളിം പ്രദേശത്ത് പോയപ്പോൾ കൃഷ്ണൻ അവിടെ എത്തി അവളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. ആദ്യം അവളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി അവളെ പരമസുന്ദരി എന്ന് വിളിക്കുന്നു. ഇത് ലക്ഷ്മിയെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. കാരണം പാവം അവൾ കറുത്ത നിറമുള്ളവളായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അവളെ എപ്പോഴും അപമാനിച്ചിരുന്നു. ഇനിയിപ്പോൾ കൃഷ്ണൻ അവളെ പരമസുന്ദരി എന്ന് വിളിച്ചപ്പോൾ അവൻ കളിയാക്കുകയാണോ എന്ന് ലക്ഷ്മിക്ക് തോന്നി. അതിനാൽ ദേഷ്യത്തിൽ അവളെ കയ്യിലിരുന്ന കിണ്ടി കൊണ്ട് കൃഷ്ണന്റെ തലക്കടിച്ചു. പിന്നീട് ഒരിക്കൽ ലക്ഷ്മി ഒരു ടിഫിൻ പാത്രവുമായി തനിച്ചു പോകുന്നത് കണ്ടപ്പോൾ അവൻ വീണ്ടും അവളോട് സംസാരിക്കാൻ പോയി. പക്ഷെ ഇത്തവണ സ്വന്തം സുരക്ഷയ്ക്കായി അവൻ ആദ്യം അവളുടെ കയ്യിൽ നിന്ന് ടിഫിൻ ബോക്സ് വാങ്ങിച്ചു. അതിനുശേഷം ലക്ഷ്മി ചോദിച്ചു, നീ എന്തിനാ എന്റെ പുറകെ നടക്കുന്നത്? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, എനിക്കൊരു സ്ത്രീ നർത്തകിയെ വേണം. അവളോട് തന്നെ പറഞ്ഞു, ഇല്ലില്ല, ഞാൻ നിങ്ങളുടെ മുന്നിൽ നൃത്തം ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ കൃഷ്ണൻ അവളെ സമാധാനിപ്പിച്ച് പറഞ്ഞു, ഒന്നും മിണ്ടാതിരുന്ന് ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ നിന്നെക്കുറിച്ചല്ല പറയുന്നത്. എനിക്കൊരു സുന്ദരിയായ നർത്തകിയെ വേണം. എനിക്ക് സാവിത്രിയെ എന്റെ ടീമിലെടുക്കണം. ലക്ഷ്മി പറഞ്ഞു, നിനക്ക് ഭ്രാന്താണോ? സാവിത്രി ജന്മിയുടെ പേരക്കുട്ടിയാണ്. അവൾ നിനക്ക് വേണ്ടി എന്തിനു നൃത്തം ചെയ്യണം? ഇതിന് കൃഷ്ണൻ പറയുന്നു, അവൾ ചെയ്യില്ല. പക്ഷെ നീ അവളോട് സുഹൃത്തിനെ പോലെയാണ്. നീ വിചാരിച്ചാൽ അവളെ സമ്മതിപ്പിക്കാൻ കഴിയും. ലക്ഷ്മി ചോദിച്ചു, ശരി, പക്ഷെ അതുകൊണ്ട് എനിക്കെന്ത് കിട്ടും? കൃഷ്ണൻ പറയുന്നു, നിന്റെ അച്ഛനും അനൂപയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്. അത് തിരിച്ചടയ്ക്കാൻ ഞാൻ സഹായിക്കാം. ഇത് കേട്ടതോടെ ലക്ഷ്മി സമ്മതിച്ചു. അവൾ സാവിത്രിയുടെ വീട്ടിൽ പോയി, ഈ ഗ്രാമത്തിൽ സുന്ദരികളായ പെൺകുട്ടികളില്ലെന്നാണോ കൃഷ്ണൻ കരുതുന്നത്? ആർക്കും നൃത്തം ചെയ്യാൻ അറിയില്ലെന്നോ? അവന്റെ ആ തെറ്റിദ്ധാരണ എനിക്ക് നിമിഷങ്ങൾക്കുള്ളിൽ മാറ്റാൻ കഴിയും. പോയി അവനോട് പറ, ഞാൻ നൃത്തം ചെയ്യാൻ തയ്യാറാണെന്ന് എന്ന രീതിയിൽ സാവിത്രിയുടെ വാശി ഉണർത്തുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ ലക്ഷ്മി എന്താണ് പറഞ്ഞതെന്ന് അറിയില്ല. പക്ഷെ സാവിത്രി സമ്മതിച്ചു. അന്ന് രാത്രി ലക്ഷ്മി ഉണരുമ്പോൾ അവൾ കാണുന്നത് അനൂപ അവളുടെ അരികിൽ ഉറങ്ങുന്നതാണ്. അതുകൊണ്ട് അവൾ ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ അവളുടെ മാതാപിതാക്കളും ഗ്രാമവാസികളും അവിടെ ഓടിക്കൂടി. അപ്പോൾ അനൂപ ലക്ഷ്മിയുടെ മാതാപിതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു, നിങ്ങൾ ഇത്രയും വർഷമായി എന്റെ പണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. 4 ദിവസത്തിനുള്ളിൽ എന്റെ പണം തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മകളെ കൊണ്ടുപോകും. നിങ്ങളുടെ എല്ലാവരുടെ മുന്നിൽ വെച്ച്, വീട്ടിൽ വെച്ച് നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്തത് ഞാൻ ചെയ്യും. ഇത് കേട്ട് ലക്ഷ്മിക്കും കുടുംബത്തിനും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭയമായി. മറുവശത്ത് കൃഷ്ണൻ ലക്ഷ്മിയോട് സാവിത്രിയെ ഡാൻസ് പ്രാക്ടീസിനായി വിളിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അവൾ വരാൻ വിസമ്മതിച്ചു. അവൾ പറഞ്ഞു, നീ എല്ലാ സ്റ്റെപ്പുകളും പഠിച്ച് എന്നെ വീട്ടിൽ വന്ന് പഠിപ്പിക്കുക. അങ്ങനെ 1-2 ദിവസം കടന്നുപോയി. ലക്ഷ്മി സാവിത്രിയെ നന്നായി നൃത്തം പഠിപ്പിച്ചു. പക്ഷെ ഒരു ദിവസം ലക്ഷ്മി വിസമ്മതിച്ചു. അവൾ സാവിത്രിയോട് പറഞ്ഞു, നിന്റെ വാക്ക് കേട്ട് ഞാൻ ഇതിന് സമ്മതിച്ചതാണ്. ഞാൻ നൃത്തം ചെയ്യുന്നത് എന്റെ മുത്തശ്ശൻ അറിഞ്ഞാൽ അദ്ദേഹം എന്റെ കാലൊടിക്കും. മറുവശത്ത് കൃഷ്ണനും കൂട്ടുകാരോട് പറയുന്നുണ്ട്, എനിക്ക് സാവിത്രിയെ ആണുങ്ങളുടെ മുന്നിൽ നൃത്തം ചെയ്യിക്കാൻ കഴിയില്ല. എല്ലാവരും അവളെ മോശം കണ്ണോടെ നോക്കും. ഈ 2000 രൂപ എടുത്ത് നഗരത്തിൽ നിന്ന് നല്ലൊരു നർത്തകിയെ കൊണ്ടുപോവാ. പിന്നീട് വഴിയിൽ വെച്ച് ലക്ഷ്മി കൃഷ്ണനെ കാണുന്നു. അവൾ പറയുന്നുണ്ട്, സാവിത്രി നിന്നെ കുടിലിന്റെ പിന്നിലേക്ക് കാണാൻ വിളിച്ചിട്ടുണ്ട്. ഇത് കേട്ടതോടെ കൃഷ്ണന്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. അവൻ ഉടനെ കുടിലിന്റെ പിന്നിലേക്ക് പോയി. പകൽ രാത്രിയായിട്ടും സാവിത്രി അവനെ കാണാൻ വന്നില്ല. ഈ വിവരം ലക്ഷ്മി അറിഞ്ഞപ്പോൾ അവൾ സാവിത്രിയെ ശകാരിച്ചു. അവൻ നിന്നെ ഭ്രാന്തമായി സ്നേഹിക്കുന്നുണ്ട്. അവൻ ഇപ്പോഴും നിന്നെ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ തന്നെ അവനോട് പോയി പറയാം. അവൾ ഇരുട്ടത്ത് കൃഷ്ണനെ കാണാൻ പോയപ്പോൾ ചില പ്രാണികൾ ലക്ഷ്മിയുടെ ബ്ലൗസിനുള്ളിലേക്ക് കയറുകയും അവൾ ചാടാനും നിലവിളിക്കാനും തുടങ്ങി. ഇത് കണ്ട് കൃഷ്ണൻ ഭയന്നുപോയി. തുടർന്ന് ലക്ഷ്മിയെ സഹായിക്കാൻ ശ്രമിച്ചു. ഇതിനിടയിൽ അവർ രണ്ടുപേരും ഭയന്നു. എന്നാൽ അപ്പോൾ ലക്ഷ്മിയുടെ അച്ഛൻ അങ്ങോട്ട് വരികയും അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ട് തെറ്റിദ്ധരിക്കുകയും ഒച്ച വയ്ക്കാൻ തുടങ്ങുകയും ചെയ്തു. പിന്നെന്തുണ്ടായി? അടുത്ത ദിവസം രാവിലെ ഒരു പഞ്ചായത്ത് വിളിച്ചു. അവിടെ ലക്ഷ്മിയുടെ മാതാപിതാക്കളും കൃഷ്ണന്റെ അച്ഛനും തമ്മിൽ വലിയ വാഗ്വാദം നടന്നു. വിഷയം കൂടുതൽ വഷളാക്കാനായി കൃഷ്ണന്റെ അച്ഛൻ അവരെ സംസ്കാരമില്ലാത്തവർ എന്ന് വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ മകൻ നിങ്ങളുടെ മകളെ നിർബന്ധിച്ചില്ലല്ലോ. നിങ്ങളുടെ മകൾ എന്തിനാണ് എന്റെ മകനെ കാണാൻ വന്നത്? അതിനർത്ഥം രണ്ടുപേർക്കും സമ്മതമായിരുന്നു എന്നാണ്. എന്നാൽ അപ്പോൾ കൃഷ്ണൻ അച്ഛനെ നിശബ്ദനാക്കി. ദയവായി ഒന്നും മിണ്ടാതിരിക്കെ, ഇവർ എന്നെയും ലക്ഷ്മിയും കൊണ്ട് വിവാഹം കഴിപ്പിക്കും. കൃഷ്ണന്റെ അമ്മായി നാഗമണിയായിരുന്നു. അവർക്ക് ലക്ഷ്മിയുടെ അമ്മയോട് വലിയ ദേഷ്യമായിരുന്നു. അവർ രണ്ടുപേരും വീണ്ടും വഴക്കിട്ടു. അപ്പോൾ റെഡ്ഡി അവരെ ആശ്വസിച്ച് നിശബ്ദരാക്കി. അദ്ദേഹം ആദ്യം എല്ലാം ശ്രദ്ധയോടെ കേട്ടു. പലരും കൃഷ്ണൻ ലക്ഷ്മിയുടെ ചുറ്റും കറങ്ങി നടക്കുന്നത് കണ്ടിരുന്നു. അവരുടെ മൊഴികളും കഴിഞ്ഞ രാത്രി ലക്ഷ്മിയുടെ അച്ഛൻ നേരിട്ട് കണ്ടതും കേട്ടപ്പോൾ അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് അദ്ദേഹത്തിന് തോന്നി. പക്ഷേ കൃഷ്ണൻ ഭയം കൊണ്ട് പിന്മാറുകയാണ്. അതുകൊണ്ട് ലക്ഷ്മിയുടെ ഇഷ്ടം അറിയാനായി അവർ അവളോട് ചോദിച്ചു, അവൾക്ക് കൃഷ്ണനെ ഇഷ്ടമാണോ എന്ന്. അപ്പോൾ എന്താണ്? അവൾ അതെ എന്ന് പറഞ്ഞു. പിന്നെന്തുണ്ടായി? കൃഷ്ണൻ മടുക്കുന്നത് വരെ നിലവിളിച്ചു. പക്ഷെ ആരും അവനെ കേൾക്കാൻ തയ്യാറായില്ല. ഉടനെ തന്നെ അവരുടെ വിവാഹ നിശ്ചയത്തിനും വിവാഹത്തിനുമുള്ള ഒരുക്കങ്ങൾ തുടങ്ങി.
കൃഷ്ണനെ നിർബന്ധിച്ച് വരനാക്കി മണ്ഡപത്തിൽ ഇരുത്തി. അവന്റെ മുഖം ദുഃഖത്തിലായിരുന്നു. അവൻ വീണ്ടും വീണ്ടും സാവിത്രിയെ നോക്കിക്കൊണ്ടേയിരുന്നു. സാവിത്രി ആകട്ടെ എല്ലാ സത്യവും അറിഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ നിന്നു. ലക്ഷ്മി പുഞ്ചിരിക്കുകയായിരുന്നു. അവൾക്ക് വിവാഹം കഴിക്കണമായിരുന്നു. ഗ്രാമത്തിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയെയും തന്റെ ബാല്യകാല പ്രണയത്തിനെയും വിവാഹം കഴിക്കാനുള്ള തന്റെ സ്വപ്നം കൺമുന്നിൽ തകർന്നടിയുന്നത് കൃഷ്ണൻ കണ്ടു. എന്നാൽ അപ്പോഴാണ് ഒരു സിനിമ ഹീറോയെ പോലെ അനൂപ് അങ്ങോട്ട് വരുന്നത്. അവൻ ലക്ഷ്മിയുടെ മാതാപിതാക്കളെ അപമാനിച്ചു. എന്റെ കടം വീട്ടിയാലല്ലേ കാര്യം നടക്കൂ? അത് തീരുന്നില്ല. എന്നിട്ട് ഇവിടെ ആർഭാടമായ കല്യാണം നടത്തുന്നു. കേട്ടോ, ഞാൻ ഈ വരനെ കൊണ്ടുപോവുകയാണ്. എന്റെ പണം തിരികെ തരുന്നത് വരെ ഞാൻ വരനെ തിരികെ തരില്ല. ഇതിനുശേഷം അവൻ രക്ഷകനെ പോലെ അവൻ കൃഷ്ണനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്റെ അതേ നീല ബൈക്കിൽ കൊണ്ടുപോയി. ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവർ രണ്ടുപേരും കാട്ടിലേക്ക് പോയി. അവിടെ വെച്ച് കൃഷ്ണൻ അനൂപിന് തന്റെ ദൈവത്തിന്റെ സ്ഥാനം നൽകി. അവൻ പറഞ്ഞു, ഞാൻ തോൽവി സമ്മതിച്ചതായിരുന്നു ചേട്ടാ, പക്ഷെ നിങ്ങളൊരു ദൈവത്തെ പോലെ വന്ന് ആ കറുമ്പയെ വിവാഹം ചെയ്യുന്നതിൽ നിന്ന് എന്നെ രക്ഷിച്ചു. നിങ്ങൾ നല്ലവനാണ് ചേട്ടാ, നിങ്ങളെ പോലെ ആരുമില്ല. ഞാൻ പറയാതെ തന്നെ എന്റെ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കി പരിഹരിച്ചു. പ്രണയം മനസ്സിലാകുന്ന ഒരേ ഒരാൾ നിങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ സഹായിച്ചത്. അനു പറയുന്നു, അങ്ങനെയൊന്നുമില്ല അനിയ, ഞാനും പ്രണയത്തിലായിരുന്നു. അതെ, ഇത് സത്യമാണ്. അവൾ എന്നോട് ഈ ബൈക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ പണം സ്വരുക്കൂട്ടി ഈ ബൈക്ക് വാങ്ങുമ്പോഴും അവൾ വേറെ ഏതോ പണക്കാരന്റെ കൂടെ കല്യാണം കഴിഞ്ഞു പോയി. എനിക്ക് എന്റെ പ്രണയം കിട്ടിയില്ല, പക്ഷെ ഈ ബൈക്ക് എനിക്ക് കിട്ടി. അന്ന് ഞാൻ മനസ്സിലാക്കി ഈ പ്രണയമൊക്കെ താൽക്കാലികമാണ്, പക്ഷെ വസ്തുക്കൾ സ്ഥിരമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ ബൈക്കിനോട് ഇത്രയധികം ഇഷ്ടം. ഞാൻ നിന്നെ എന്റെ അനിയനെ പോലെയാണ് കാണുന്നത്. ആ സാവിത്രിയെ വിട്ടുകളാ. ഞാൻ നിന്നെ എത്ര സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കൊണ്ട് കെട്ടിക്കൊന്ന് നോക്കിക്കോ. ഇനി നിനക്ക് സാവിത്രി തന്നെ വേണമെങ്കിൽ അതിന് ഞാൻ എന്തെങ്കിലും വഴിയുണ്ടാക്കാം. ഇതും പറഞ്ഞ് അനൂപ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ തുടങ്ങി. കൃഷ്ണൻ തന്റെ സ്വപ്ന ലോകത്ത് മുഴുകി. അവൻ മനസ്സിൽ വിചാരിച്ചു, അനൂപേട്ടനുള്ളിടത്തോളം കാലം എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അപ്പോൾ അവൻ എന്തോ വിചിത്രമായി തോന്നി. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അനൂപ് ചേട്ടനെ അവിടെ എങ്ങും കണ്ടില്ല. പക്ഷെ അവന്റെ ബൈക്കിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കി. അതിനുശേഷം അവൻ കണ്ട കാഴ്ച കൃഷ്ണന്റെ സമനില തെറ്റിച്ചു. കാരണം ഓർമ്മയില്ലേ, വിലപിടിപ്പുള്ള കല്ലിന്റെ ആഗ്രഹത്തിൽ അനൂപ് മരത്തിന് മുന്നിൽ കുഴിയെടുത്തിരുന്നത്? റെഡ്ഡി കോടതി ഉത്തരവിലൂടെ ആ പണി നിർത്തിവെച്ചിരുന്നു. അതേ കുഴിയിൽ വീണ് അനൂപ് മരിച്ചു. യഥാർത്ഥത്തിൽ അനൂപ് മദ്യപിച്ചിരുന്നതിനാൽ അവനൊന്നും മനസ്സിലായില്ല. അവൻ ബൈക്കുമായി കുഴിയിലേക്ക് വീണു. തലയ്ക്കടിച്ച പരിക്കിൽ അവൻ തൽക്ഷണം മരിച്ചു. ഇത് കണ്ട് കൃഷ്ണൻ തന്റെ ദുർവിധി ഓർത്ത് കരയാൻ തുടങ്ങി. ഇനി എന്നെ റെഡ്ഡിയിൽ നിന്ന് ആര് രക്ഷിക്കും? അയാൾ എന്നെ ലക്ഷ്മിയെ കൊണ്ട് കെട്ടിക്കും. അതേസമയം ലോക്കൽ പോലീസ് സ്റ്റേഷൻ അനൂപിന്റെ ശവസംസ്കാരം നടത്തുകയും അവന്റെ ബൈക്ക് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അനൂപിന് പണം കൊടുക്കാനുണ്ടായിരുന്നവരെല്ലാം അവന്റെ മരണത്തിൽ ആഘോഷിക്കാൻ തുടങ്ങി. ഇത് കൃഷ്ണനെ വല്ലാതെ വേദനിപ്പിച്ചു. അവൻ രാത്രി മദ്യപിച്ച് അനൂപിന്റെ ബൈക്കിനോട് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്തിനാ ചേട്ടാ എന്നെ വിട്ടുപോയത്? അപ്പോൾ ബൈക്കിന്റെ സ്റ്റാൻഡ് തനിയെ താഴുകയും ബൈക്ക് കുറച്ച് മുന്നോട്ട് നീങ്ങുകയും ചെയ്തു. ഇത് കണ്ട് കൃഷ്ണൻ ഒരു പ്രേതം വന്നിരിക്കുന്നു എന്ന് കരുതി ഭയന്നുപോയി. പക്ഷെ അപ്പോഴാണ് അവൻ ഓർമ്മ വന്നത്, ഈ സ്റ്റാൻഡിന്റെ പ്രശ്നം ബൈക്കിൽ പണ്ടേ ഉള്ളതാണ്. അതുകൊണ്ട് അവൻ ബൈക്ക് നന്നാക്കാൻ തീരുമാനിച്ചു. അതിനായി അവൻ രഹസ്യമായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബൈക്ക് എടുത്തുകൊണ്ടുപോയി. അടുത്ത ദിവസം രാവിലെ ഒരാൾ ആ മരത്തിനടുത്തേക്ക് വിസർജനത്തിനായി പോയി. അനൂപ് കല്ലെടുക്കാൻ കുഴിച്ച കുഴിക്ക് സമീപം ആ മനുഷ്യൻ അനൂപിന്റെ ബൈക്ക് അവിടെ കണ്ടു. അവൻ ബൈക്കിന്റെ അടുത്തേക്ക് ചെന്നതും ബൈക്കിന്റെ സ്റ്റാൻഡ് വീണ്ടും താഴുകയും ബൈക്ക് കുറച്ച് മുന്നോട്ട് നീങ്ങുകയും ചെയ്തു. അതുകൊണ്ട് ആ മനുഷ്യനും ഭയന്നുപോയി. അവൻ പോലീസിനെ വിളിച്ചു പറഞ്ഞു, ബൈക്ക് പെട്ടെന്ന് എന്റെ നേരെ ചാടി വന്നു എന്ന്. അത് തനിയെ വന്നതാണ്. അപ്പോൾ പോലീസ് കൃഷ്ണനെ വിളിച്ചു പറഞ്ഞു, നീ ഈ ബൈക്ക് വിൽക്കാൻ വേണ്ടി മോഷിച്ചതല്ലേ? കൃഷ്ണൻ പറയുന്നുണ്ട്, അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ഇതിന്റെ ഭാഗങ്ങൾ ഇതിനോടകം വിറ്റാനെ. ഞാൻ എന്തിനാ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? അപ്പോൾ ഗ്രാമത്തിലെ ചില സ്ത്രീകൾ പറയാൻ തുടങ്ങി, ഇതെല്ലാം അനൂപിന്റെ പ്രേതമാണ് ചെയ്യുന്നത്. അവൻ മരിച്ചാലും നമ്മളെ വിടില്ല. അതേ രാത്രി അനൂപിന്റെ ബൈക്ക് ഗ്രാമത്തിലെ റാംറാവിന്റെ വഴിയും തടഞ്ഞു. ബൈക്കിന്റെ ലൈറ്റുകൾ തനിയെ ഓണാകാൻ തുടങ്ങി. പലരും രാത്രിയുടെ ഇരുട്ടിൽ അനൂപിന്റെ പ്രേതത്തെ കണ്ടു. അത് കാരണം പലരും ഭയം കൊണ്ട് അസുഖബാധിതരായി. അവരെ ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടി വന്നു. അതുമാത്രമല്ല, അനൂപിന്റെ ആത്മാവ് നാഗമണിയുടെ ശരീരത്തിൽ കയറി. അവൾ അനൂപ് മരിച്ച മരത്തിനടുത്തേക്ക് പോയി വിചിത്രമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഗ്രാമവാസികളോട് പറഞ്ഞു, എന്നെ ഇവിടെ ആരാധിക്കേ, അപ്പോൾ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരും. ഇവിടെ ഒരു കാണിക്ക വഞ്ചി വെക്കുക. എന്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ കൊള്ളയടിച്ചതെല്ലാം ആ കാണിക്ക വഞ്ചിയിൽ ഇടുക. എനിക്ക് പണം തരാനുള്ളവരെല്ലാം ആ പണം കാണിക്ക വഞ്ചിയിൽ കൊണ്ടിടണം, അല്ലെങ്കിൽ വളരെ മോശമാകും. ഇപ്പോൾ ഗ്രാമത്തിലെ എല്ലാ ആളുകളുടെയും അവസ്ഥ വളരെ മോശമായി. അവരെല്ലാം സമ്മതിച്ചു. ഇതെല്ലാം കണ്ട് റെഡ്ഡിയുടെ രക്തം തിളയ്ക്കുകയായിരുന്നു. എന്റെ വീട്ടിൽ വേലക്കാരനായിരുന്നവർ മരിച്ചപ്പോൾ ദൈവത്തിന്റെ സ്ഥാനം നേടുകയാണോ? മറുവശത്ത് കൃഷ്ണൻ ലക്ഷ്മിയെ വിവാഹം കഴിച്ചാൽ കുറച്ച് ഭൂമി നൽകാമെന്ന് റെഡ്ഡി വാഗ്ദാനം ചെയ്തിരുന്നു. ലക്ഷ്മി വിവാഹത്തിൽ വളരെ സന്തോഷവതിയാണെന്ന് സാവിത്രി ശ്രദ്ധിച്ചു. അപ്പോൾ അവൾ അവളോട് ചോദിച്ചു, നിനക്കെപ്പോഴാണ് കൃഷ്ണനെ ഇഷ്ടമായി തുടങ്ങിയത്? ലക്ഷ്മി പറയുന്നു, കൃഷ്ണനെ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? അവൻ ഗ്രാമത്തിലെ ഏറ്റവും സുന്ദരനായ ചെറുപ്പക്കാരനാണ്, ബുദ്ധിമാനാണ്, പണം സമ്പാദിക്കാനുള്ള കഴിവുമുണ്ട്. എനിക്കിനി എന്ത് വേണം? ഞാൻ അവനെ വിവാഹം കഴിച്ചില്ലെങ്കിൽ എന്റെ മാതാപിതാക്കൾ പണത്തിനു വേണ്ടി എന്നെ ഏതെങ്കിലും വയസ്സനെയോ തൊഴിലാളിയെയോ കൊണ്ട് കെട്ടിക്കും. അനൂപിന്റെ മരണശേഷവും റെഡ്ഡി തന്റെ വാക്ക് പാലിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് കൃഷ്ണൻ മനസ്സിലാകുന്നു. അയാൾ കൃഷ്ണനെ ലക്ഷ്മിയുമായി വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനായി ഭൂമി നൽകാനും തയ്യാറാണ്. അപ്പോൾ കൃഷ്ണൻ റെഡ്ഡിയുമായി സംസാരിക്കാൻ എത്തുന്നുണ്ട്. അവൻ സ്വകാര്യമായി എല്ലാം പറയുന്നു. എനിക്ക് ലക്ഷ്മി ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ കഴിയില്ല.
എനിക്ക് സാവിത്രിയാണ് ഇഷ്ടം. ഇത് കേട്ടതോടെ റെഡ്ഡിയുടെ ദേഷ്യം ഇരട്ടിയായി. അയാൾ കൃഷ്ണനെ തല്ലി വീട്ടിൽ നിന്ന് പുറത്താക്കി. എന്റെ പേരക്കുട്ടിയെ വിവാഹം കഴിക്കാൻ നിനക്ക് അത്രയ്ക്ക് ധൈര്യമോ? ഞാൻ അവളെ ഏതെങ്കിലും ഉയർന്ന കുടുംബത്തിൽ കെട്ടിക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം MLA ഗ്രാമത്തിൽ വന്നു. അദ്ദേഹം ആദ്യം റെഡ്ഡിയുടെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തെയും കൂട്ടി അനൂപിന്റെ ക്ഷേത്രത്തിലേക്ക് പോയി. അതെ, അവിടെ അവന്റെ ക്ഷേത്രം പണിതിരുന്നു. ഗ്രാമത്തിലെ അന്ധവിശ്വാസികളായ ആളുകൾ ആ മരത്തിനടുത്ത് വളരെ ആർഭാടമായി എല്ലാം ഒരുക്കിയിരുന്നു. MLAയും അവിടെ ഒരു തേങ്ങയുടച്ച് അനു ഭഗവാന്റെ അനുഗ്രഹമായി. തുടർന്ന് റെഡ്ഡിയോട് പൂജ ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്നാൽ റെഡ്ഡി സമ്മതിക്കാതായപ്പോൾ MLA നിർബന്ധിച്ച് അവന്റെ കയ്യിൽ ഒരു തേങ്ങ കൊടുത്ത് അത് ഉടപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം ഗ്രാമവാസികളുടെ മുന്നിൽ പ്രഖ്യാപിച്ചു, ഞാനിവിടെ ഒരു വാട്ടർ ടാങ്ക് നിർമ്മിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു വാട്ടർ ടാങ്ക് പണിയുക എന്നത് അനു ഭഗവാന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം ഞാൻ നിറവേറ്റും. അങ്ങനെ അനു ഭഗവാൻ എന്നെ അനുഗ്രഹിക്കട്ടെ. ഇതോടൊപ്പം MLA വാട്ടർ ടാങ്ക് നിർമ്മിക്കാനുള്ള കരാർ അനു ഭഗവാന്റെ ക്ഷേത്രത്തിലെ പ്രധാന ട്രസ്റ്റിയായ രാംറാവുവിന് കൈമാറി. MLA നിർബന്ധപൂർവ്വം റെഡ്ഡിയുടെ കയ്യിൽ നിന്ന് കരാർ പേപ്പറുകൾ വാങ്ങി രാംറാവുവിന് നൽകി. ഇത് റെഡ്ഡിയെ ചൊടിപ്പിച്ചു. പക്ഷേ MLAയുടെ മുന്നിൽ തന്റെ ദേഷ്യം പ്രകടിപ്പിക്കാൻ അവന് കഴിഞ്ഞില്ല. അതിനു പുറമെ രാംറാവു പറയുന്നുണ്ട്, ഇതുവരെ ഒരു ജന്മിയും നമ്മുടെ വയലിൽ വെള്ളത്തിനായി വാട്ടർ ടാങ്ക് നിർമ്മിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് ഇതെല്ലാം സംഭവിക്കുന്നത് അനു ഭഗവാന്റെ കൃപ കൊണ്ടാണ്. ഈ കാര്യങ്ങളെല്ലാം റെഡ്ഡിയെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. രാത്രിയിൽ അയാൾ കൃഷ്ണനെ വിളിച്ച് ഒരു ഡീൽ മുന്നോട്ട് വെക്കുന്നു. ഞാൻ നിന്നെ എന്റെ പേരക്കുട്ടിയെ കൊണ്ട് കെട്ടിക്കാൻ തയ്യാറാണ്. പക്ഷെ അതിനു മുമ്പ് നീ നിന്നെ തന്നെ തെളിയിക്കണം. നീ അനൂപിന്റെ ക്ഷേത്രം തകർക്കണം. അവന്റെ ആരാധന നിർത്തണം. കൃഷ്ണൻ വളരെ സന്തോഷവാനായി. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, അനൂപ് മരിച്ച ദിവസം മുതൽ അനൂപിന്റെ പ്രേതത്തെ കണ്ടതു മുതൽ ഇതുവരെ നടന്നതെല്ലാം കൃഷ്ണന്റെ പദ്ധതിയായിരുന്നു. ഗ്രാമവാസികളോ റെഡ്ഡിയോ അനൂപിന്റെ പ്രേതത്തെ ഭയന്ന് കൃഷ്ണനെയും ലക്ഷ്മിയെയും വിവാഹം കഴിപ്പിക്കാനുള്ള പിടിവാശി ഉപേക്ഷിക്കാനായിരുന്നു അത്. അനൂപിന്റെ വസ്ത്രങ്ങൾ ധരിച്ച് അവന്റെ ഹെയർ സ്റ്റൈൽ അനുകരിച്ച് രാത്രിയിൽ കാട്ടിലൂടെ കറങ്ങി നടന്ന് ആളുകളെ അനൂപിന്റെ പ്രേതമാണെന്ന് വിശ്വസിപ്പിച്ചത് കൃഷ്ണനായിരുന്നു. ഇപ്പോൾ പ്രസന്റിൽ കൃഷ്ണൻ നാഗമണി അമ്മായിയുടെയും അമ്മാവന്റെയും അടുത്തേക്ക് പോകുന്നുണ്ട്. നമ്മുടെ പദ്ധതി വിജയിച്ചെന്നും ഇനി നാടകം തുടരേണ്ട ആവശ്യമില്ലെന്നും പറയുന്നു. എന്നാൽ ഇപ്പോൾ അവർ രണ്ടുപേരും സമ്മതിക്കുന്നില്ല. കാരണം ഇതിൽ നിന്ന് അവർക്ക് ലാഭം ഉണ്ടായിരുന്നു. നാഗമണിക്ക് ഒരു ചെറിയ ഹോട്ടൽ ഉണ്ടായിരുന്നു. അത് മുമ്പ് കുറച്ച് ആളുകൾ മാത്രമേ വരാറുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അനു ഭഗവാന്റെ മഹിമയെക്കുറിച്ചുള്ള കഥകൾ പ്രശസ്തമാവുന്നത് മുതൽ ദൂരെ ദിക്കുകളിൽ നിന്ന് ആളുകൾ അവന്റെ ബൈക്ക് കാണാൻ വരാനും ഗ്രാമത്തിലെ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനും തുടങ്ങി. ഇത് ഗ്രാമത്തിൽ ഒരുതരം ടൂറിസം അന്തരീക്ഷം സൃഷ്ടിക്കുകയും ഗ്രാമത്തിലെ എല്ലാ ആളുകൾക്കും പ്രയോജനകരമാവുകയും ചെയ്തു. മറുവശത്ത് രാമറാവിന് വാട്ടർ ടാങ്ക് നിർമ്മിക്കാനുള്ള കരാർ ലഭിച്ചു. അതിൽ അയാൾ നേരിട്ട് പണം തന്നിട്ടുണ്ടായിരുന്നു. അനൂപിന്റെ ക്ഷേത്രം പണിത് അവന് ദൈവത്തിന്റെ സ്ഥാനം നൽകിയത് താനാണെന്നും എന്നാൽ ഇപ്പോൾ ആളുകൾ അവനെ ശരിക്കും ദൈവമായി ആരാധിക്കാൻ തുടങ്ങിയെന്നും കൃഷ്ണന് മനസ്സിലായപ്പോൾ അവനൊരു തന്ത്രം പ്രയോഗിച്ചു. അവൻ ആ മരം നിൽക്കുന്ന ഭൂമിയുടെ ഉടമയെ വിളിച്ചു വരുത്തി. ഭൂമിയുടെ ഉടമസ്ഥൻ വന്ന് ഈ ആർഭാടങ്ങളെല്ലാം എടുത്തു മാറ്റാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അബദ്ധത്തിൽ അയാൾ മണിയിൽ തട്ടി അനൂപിന്റെ ബൈക്കിന് മുന്നിൽ വീണു. അപ്പോൾ അയാൾക്ക് ചില ഫോൺ കോളുകൾ വന്നു. അതിലൂടെ ഒരുപാട് കാലമായി മുടങ്ങിക്കിടന്ന അവന്റെ ചില ജോലികൾ നടന്നതായി വാർത്ത കിട്ടി. അയാൾക്ക് വലിയ ലാഭം ലഭിച്ചു. അതോടെ അവനും അനൂപിനെ ദൈവമായി വിശ്വസിക്കാൻ തുടങ്ങി. തന്റെ ഭൂമി ക്ഷേത്രത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം ഒരു വാർത്താ റിപ്പോർട്ടറും കഥ കവർ ചെയ്യാൻ അവിടെ എത്തി. അവർ കാഴ്ചക്കാരോട് ഇവിടുത്തെ ആളുകളുടെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു. കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ നിർമ്മിച്ച ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഈ ക്ഷേത്രം വളരെ വ്യത്യസ്തമാണ്. ഇവിടെ ആളുകൾ മരത്തിനു ചുറ്റും ഒരു തറ കെട്ടിയിട്ടുണ്ട്. അതിൽ അനു ഭഗവാന് വളരെ പ്രിയപ്പെട്ട ഒരു ബൈക്ക് വെച്ചിരിക്കുന്നു. മണിമുഴക്കി ബൈക്കിന് മുന്നിൽ തലകുനിച്ച് എന്ത് ചോദിച്ചാലും ആ ആഗ്രഹം സഫലമാവുമെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. ഇത് കേട്ട് കൃഷ്ണൻ പറഞ്ഞു, ആളുകൾ വിശ്വസിക്കുന്നു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അതായത് നിങ്ങൾ ഇത് വിശ്വസിക്കുന്നില്ല അല്ലെ? ശരി, ഒരു കാര്യം പറയും. അനു ഭഗവാൻ ശരിക്കും ഇവിടെയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? റിപ്പോർട്ടർ കൃഷ്ണനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. നോക്കൂ, ഞാൻ വിശ്വാസികളെ നിഷേധിക്കുന്നില്ല. ഞാൻ ചാനലിന് വേണ്ടി കഥ കവർ ചെയ്യാൻ വന്നതാണ്. ഇതിൽ കൂടുതൽ ഇടപെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കൃഷ്ണൻ വാശി പിടിച്ചു. അവൻ പറഞ്ഞു, ഇല്ലില്ല, ഞാൻ നിങ്ങളെ പോകാൻ അനുവദിക്കില്ല. ഈ അമ്മാവനെ നോക്ക്, കഴിഞ്ഞ 9 വർഷമായി അദ്ദേഹം കിടപ്പിലാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ദിവസങ്ങളായി കട്ടിലടക്കം അദ്ദേഹത്തെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നു. നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം. നമ്മൾ ഈ മരത്തിന് ചുറ്റും വലം വെച്ച് മണിമുഴക്കി അദ്ദേഹത്തെ സുഖപ്പെടുത്താൻ അനു ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഇന്ന് അദ്ദേഹം കാലിൽ നടക്കുകയാണെങ്കിൽ അനു ഭഗവാൻ യഥാർത്ഥത്തിൽ ഉണ്ടെന്ന് പൂർണ്ണമായും തെളിയും. ഇല്ലെങ്കിൽ ഞാൻ ഈ ക്ഷേത്രം ഇപ്പോൾ തന്നെ തകർക്കും. അവൻ അതുപോലെ ചെയ്തു. പക്ഷെ ആ വികലാംഗനായ മനുഷ്യൻ അപ്പോഴും കട്ടിലിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് കൃഷ്ണൻ ഒരു വടിയെടുത്ത് എല്ലാം തകർക്കാൻ പോയി. പക്ഷെ അതിനു മുമ്പ് ആ മനുഷ്യൻ കാലിൽ എഴുന്നേറ്റ് നിന്നു. അതോടെ എല്ലാ ആളുകളും അനു ഭഗവാന് ജയ് വിളിക്കാൻ തുടങ്ങി. എല്ലാവരുടെയും വിശ്വാസം ഒന്നും കൂടി ദൃഢമായി. കൃഷ്ണൻ നിരാശനായി. അവൻ പറഞ്ഞു, അയാൾക്ക് അസുഖമില്ലെന്ന് ഡോക്ടർ നേരത്തെ പറഞ്ഞതാണ്. എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ അവൻ നടക്കാൻ തുടങ്ങുമെന്നും ഡോക്ടർ പറഞ്ഞിരുന്നു. പക്ഷേ ഈ തെണ്ടി ഇത്രയും നാളും ധൈര്യം സംഭരിച്ചില്ല. ഇന്നാകട്ടെ ദൈവത്തിന്റെ പേര് കേട്ടപ്പോൾ ധൈര്യം വന്നു. അവൻ എന്റെ പ്ലാൻ മുഴുവൻ നശിപ്പിച്ചു. ഈ ദുഃഖത്തിൽ കൃഷ്ണൻ ഒരു രാത്രി മദ്യപിക്കുകയായിരുന്നു. അവൻ ആ പുണ്യവൃക്ഷത്തിനടുത്ത് നിന്ന് ഒരുപാട് പരാതികൾ പറഞ്ഞു. കഥ പ്രസന്റിലേക്ക് വരുന്നു. സിനിമയുടെ തുടക്കത്തിലെ നമ്മൾ കണ്ട അതേ രംഗം. കൃഷ്ണൻ പറയാൻ തുടങ്ങി, നീ ദൈവമല്ല, നിന്നെ ഞാനാണ് സൃഷ്ടിച്ചത്. എന്നിട്ട് എന്നെ സഹായിക്കുന്നതിന് പകരം നീ ഗ്രാമത്തെ മുഴുവൻ സഹായിക്കുകയാണ്.
എന്റെ സാവിത്രിയെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ നീ ശ്രമിക്കുകയാണല്ലേ? എനിക്ക് നീ ദൈവമല്ല, ചെകുത്താനാണ്. ഇതും പറഞ്ഞ് കൃഷ്ണൻ കത്തുന്ന പന്തവുമായി എഴുന്നേറ്റ് മരത്തിന് തീ കൊളുത്തി. എന്നാൽ പെട്ടെന്ന് പൂജാരി ഇത് കണ്ട് മറ്റുള്ളവരെ വിളിച്ചുകൂട്ടി. മരം കത്തുന്നത് കണ്ട് അവർക്ക് ഭ്രാന്തായി. പക്ഷെ സ്വന്തം കാര്യം നോക്കാതെ അവർ മരം രക്ഷിക്കാൻ ശ്രമിച്ചു. അതിനിടയിൽ 1-2 പേർക്ക് പൊള്ളലേറ്റു. ഇതെല്ലാം കണ്ട് കൃഷ്ണന് തന്റെ പ്രവൃത്തിയിൽ വലിയ നാണക്കേട് തോന്നി. അവനും ആളുകളെ തീ കെടുത്താൻ സഹായിക്കാൻ തുടങ്ങി. അവൻ കരഞ്ഞുകൊണ്ട് നിലവിളിച്ച് ഒടുവിൽ അനു ഭഗവാനിൽ വിശ്വസിച്ചു. കാരണം ഒരാൾ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി മരം രക്ഷിക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള ഭ്രാന്ത് അവൻ ഇതിനു മുമ്പ് കണ്ടിരുന്നില്ല. അവൻ പശ്ചാത്തപിച്ച് കരയുന്നത് കണ്ട് ഗ്രാമവാസികൾക്ക് മനസ്സിലായി അവനാണ് തീയിട്ടതെന്ന്. തുടർന്ന് ആളുകൾ ഒരുമിച്ച് അവനെ തല്ലാൻ തുടങ്ങി. അപ്പോൾ അടുത്തിടെ നിർമ്മിച്ച വാട്ടർ ടാങ്ക് പൊട്ടി അതിലെ വെള്ളം മുഴുവൻ പുറത്തേക്ക് ഒഴുകി. അതോടെ തീ അണഞ്ഞു. മരവും രക്ഷപ്പെട്ടു. ബൈക്കിന് ഒന്നും സംഭവിച്ചില്ല. അടുത്ത ദിവസം കൃഷ്ണൻ അതേ മരത്തിനടുത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ സാവിത്രി അവനോട് സംസാരിക്കാൻ വന്നു. അവർ രണ്ടുപേരും ഒരുപാട് നേരം സംസാരിച്ചു. സാവിത്രി കൃഷ്ണനോട് ചോദിച്ചു, നിനക്ക് ശരിക്കും എന്നെ ഇഷ്ടമാണോ? അവൻ സമ്മതിച്ചു. പ്രണയത്തെക്കുറിച്ച് എനിക്കറിയില്ല, പക്ഷെ നീ വളരെ സുന്ദരിയാണ്. സാരമില്ല, ലക്ഷ്മി നല്ല കുട്ടിയാണ്. നിന്റെ മുത്തശ്ശന്റെ വെല്ലുവിളി എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് ഈ മരം നശിപ്പിക്കാനായില്ല. പക്ഷെ അതെ, ഞാനിനി ലക്ഷ്മിയെ വിവാഹം കഴിക്കും. എനിക്ക് അവളെ ഇഷ്ടമല്ലെങ്കിൽ എന്താ, അവൾക്ക് എന്നെ ഇഷ്ടമാണല്ലോ. ജീവിതം അങ്ങ് പോകും. അതായത് കൃഷ്ണൻ തന്റെ ആഗ്രഹം അടക്കി വെച്ച് ലക്ഷ്മിയെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു. അവൻ റെഡ്ഡിയുടെ അടുത്തേക്ക് പോയി പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ 10 ഏക്കർ ഭൂമിയോട് ആർത്തിയില്ല. എനിക്കത് വേണ്ട. പക്ഷെ ഞാൻ ലക്ഷ്മിയെ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. അടുത്ത ദിവസം രാവിലെ നമ്മൾ കാണുന്നത് സാവിത്രി ലക്ഷ്മിയെ അവളുടെ വിവാഹത്തിനായി ഒരുക്കുന്നതാണ്. കൃഷ്ണനും ഇത്തവണ വിവാഹ മണ്ഡപത്തിൽ നിശബ്ദനായി ഇരിക്കുകയാണ്. ഇവിടെ സാവിത്രി ലക്ഷ്മിയോട് പറയുന്നുണ്ട്, നിനക്ക് ഈ സ്വർണ്ണാഭരണങ്ങളുടെ ഒരു ആവശ്യവുമില്ല. നിനക്ക് സ്വർണത്തെക്കാൾ വലിയൊരു കൃഷ്ണനുണ്ട്. നിന്റെ ജീവിതം വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയാം. ഇത് കേട്ടതോടെ സാവിത്രിക്കും കൃഷ്ണനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി. പക്ഷെ അവളിപ്പോൾ എന്റെ സന്തോഷത്തിന് തടസ്സമാകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ അവളെ കുറിച്ച് ഒരിക്കലും ചിന്തിച്ചില്ല. അതുകൊണ്ട് അവൾ എല്ലാവരോടുമായി പറയുന്നുണ്ട്, എനിക്ക് ഈ കല്യാണം നടത്താൻ കഴിയില്ല. സത്യത്തിൽ കഴിഞ്ഞ രാത്രി അനു ഭഗവാൻ എന്റെ സ്വപ്നത്തിൽ വന്നു. കൃഷ്ണന്റെ ഇഷ്ടത്തിന് വിപരീതമായി ഞാൻ അവനെ വിവാഹം കഴിച്ചാൽ ഈ ഗ്രാമം നശിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ കുറച്ച് ആളുകൾ വന്ന് പറയുന്നുണ്ട്, റെഡ്ഡിക്ക് ഭ്രാന്തായി, അയാൾ അനുവിന്റെ ക്ഷേത്രം തകർക്കാൻ ശ്രമിക്കുന്നു. തുടർന്ന് എല്ലാ ആളുകളും റെഡ്ഡിയെ തടയാനായി മരത്തിനടുത്തേക്ക് പോകുന്നു. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം റെഡ്ഡിയുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. അയാൾ തോക്കിൻ മുനയിൽ അനൂപിന്റെ ബൈക്ക് റെയിൽവേ ഗേറ്റിനടുത്തേക്ക് കൊണ്ടുപോയി. ഇരുവശത്തെയും ഗേറ്റുകൾ തള്ളി തുറന്ന് ബൈക്ക് റെയിൽവേ ട്രാക്കിന്റെ നടുക്ക് കൊണ്ടുവയ്ക്കുന്നു. ട്രെയിൻ വരുമ്പോൾ എല്ലാം നശിച്ചു പോകാൻ. എന്നാൽ അടുത്തതായി സംഭവിക്കുന്നത് എല്ലാവരുടെയും സമനില തെറ്റിക്കുന്നതായിരുന്നു. ട്രെയിൻ വളരെ അടുത്തെത്തിയതും അവിടുത്തെ നിലം കുലുങ്ങാൻ തുടങ്ങുന്നു. സ്റ്റാൻഡിന്റെ തകരാറ് കാരണം ബൈക്ക് തനിയെ മുന്നോട്ട് ചാടുന്നു. അതോടെ ബൈക്ക് റെയിൽവേ ട്രാക്കിൽ നിന്ന് മാറുകയും ട്രെയിൻ അവിടെ നിന്ന് കടന്നു പോവുകയും ചെയ്തു. പക്ഷേ ബൈക്കിന്റെ സ്റ്റാൻഡിന്റെ പ്രശ്നത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ട്രെയിനിന് പോലും അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നത് അനു ഭഗവാന്റെ അത്ഭുതമാണെന്ന് അവർ കരുതി. ഈ കാഴ്ച കണ്ട് റെഡ്ഡിക്ക് ഹൃദയാഘാതം വന്ന് അയാൾ മരിക്കുന്നു. പിന്നീട് കഥ വർഷങ്ങൾക്ക് ശേഷം മാറുന്നു. കൃഷ്ണൻ സാവിത്രിയെ വിവാഹം കഴിച്ചതായും അവർക്കൊരു മകളുണ്ടെന്നും നമ്മൾ കാണുന്നു. റെഡ്ഡി മരിച്ചിരുന്നു. വിവാഹശേഷം അദ്ദേഹത്തിന്റെ റൈസ് മിൽ കൃഷ്ണന്റേതായി. അവൻ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുകയായിരുന്നു. തുടർന്ന് അവന്റെ കുടുംബം അനു ഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. അവിടെ അവൻ വളരെ നല്ലൊരു സിമന്റ് ക്ഷേത്രം പണിതിട്ടുണ്ട്. ലക്ഷ്മി ഒരു പ്രശസ്തയായ നർത്തകിയായി. അവളുടെ ഫോട്ടോ നല്ല മാസികകളിൽ വരുന്നു. ഇതോടെ ഈ വ്യത്യസ്തമായ സിനിമ ഇവിടെ അവസാനിക്കുന്നു. കഥ എങ്ങനെയുണ്ടായി? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.